ഇത് ദിലീപിനെ കൊടുക്കാനായിട്ട് നമ്മളുടെ ലാല്, പിന്നെ ശ്രീവത്സൻ മേനോൻ, മഞ്ജു വാര്യർ, രമ്യ നമ്പീശൻ, പിന്നെ ഈ നടി, ഇവരെല്ലാം ചേർന്ന് നടത്തിയ വമ്പൻ ഗൂഢാലോചനയാണിത്. ഇങ്ങനൊരു സംഭവം ഉണ്ടായിട്ടില്ല, അങ്ങനൊരു വീഡിയോ ഇല്ല. ഇനി അഥവാ വീഡിയോ ഉണ്ടെങ്കിൽ തന്നെ അത് ഗോവയിലും കണ്ട് ചിത്രീകരിച്ച് വേറെ ഏതോ വീഡിയോ ആണെന്നൊക്കെ പറഞ്ഞിട്ട് ഇയാളങ്ങ് തട്ടിവിടുകയാണ്. ദിലീപിന് ജാമ്യം കൊടുക്കാനായിട്ട് ഇറങ്ങിയ ആൾക്കാരാണ് മമ്മൂട്ടി, സുരേഷ് കുമാർ, കമലഹാസൻ, ജയറാം, ആനാവൂർ നാഗപ്പൻ. എൻ്റെ അമ്മോ, ആനാവൂർ നാഗപ്പനൊക്കെ ഇറങ്ങിയുള്ള സ്ഥിതി എന്താ? ഈ സാധനമൊക്കെ വെച്ചിട്ട് കേസ് ജയിക്കാം എന്ന് വിചാരിച്ചാൽ സത്യം പറഞ്ഞാൽ പോലീസുകാരെ തല്ലണ്ടേ? തലയ്ക്ക് വെളിവുള്ള പോലീസുകാരൻ ഇങ്ങനെയൊക്കെയുള്ള മെസ്സേജസും സംഗതിയൊക്കെ ആയിട്ട് ഇയാളെ സാക്ഷിയായിട്ട് അവിടെ എഴുന്നള്ളിക്കുമോ? 40 മിനിറ്റ് അടച്ചിട്ട മുറിയിൽ പിണറായി വിജയൻ വേറെ ആരോടെങ്കിലും സംസാരിക്കുന്നതായിട്ട് ലിയോയ്ക്ക് ഓർമ്മയുണ്ടോ? ഇല്ല. MV ഗോവിന്ദനോട് പോലും സംസാരിക്കില്ല 40 മിനിറ്റ് അടച്ചിട്ട മുറിയിൽ. അല്ല, ഞാൻ പറയുന്നത് ഈ സംഘപരിവാർ ആൾക്കാരാണ് ദിലീപിനെ ഡിഫെൻഡ് ചെയ്യുന്നത്. അതുകൊണ്ട് എന്താ? അതുകൊണ്ട് ദിലീപ് കുറ്റക്കാരനെന്നോ? നമസ്കാരം, ടോക്കിംഗ് പോയിന്റിലേക്ക് സ്വാഗതം. നടി ആക്രമിക്കപ്പെട്ട കേസിൽ നടൻ ദിലീപിനെ കുറ്റമുക്തനാക്കി. പക്ഷേ ഇപ്പോഴും ഇതുമായി ബന്ധപ്പെട്ടുള്ള വിവാദങ്ങൾ തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. അതിജീവിതയ്ക്കൊപ്പം അതുപോലെ തന്നെ അതിജീവിത മുഖ്യമന്ത്രിയെ കാണുന്നു, പരാതി അറിയിക്കുന്നു, ഒപ്പമുണ്ട് കേരളം എന്ന് അദ്ദേഹം അറിയിക്കുകയുമാണ്. അതുപോലെ തന്നെ നിരവധി പേർ ഈ കോടതിയുടെ വിധിക്ക് എതിരെ പരസ്യമായി പോലും രംഗത്ത് വന്നിട്ടുണ്ട്. പലരുടെയും സോഷ്യൽ മീഡിയ പോസ്റ്റുകൾ പോലും അതിലേക്ക് തന്നെയാണ് വിരൽ ചൂണ്ടുന്നത്. ഇത് എങ്ങോട്ടാണ് പോകുന്നത്? നമ്മുടെ കേരളത്തിൽ തന്നെയല്ലേ ഇത് നടക്കുന്നത്? എന്താണ് ഇതിൻ്റെ നേരും പതിരും? പരിശോധിക്കാൻ നമുക്ക് നമ്മോടൊപ്പം ചേരുകയാണ് രാഷ്ട്രീയ നിരീക്ഷകൻ ശ്രീ TG മോഹൻദാസ്. നമസ്കാരം സർ, ടോക്കിംഗ് പോയിന്റിലേക്ക് സ്വാഗതം. നമസ്കാരം സർ, നടി ആക്രമിക്കപ്പെട്ട കേസുമായി ബന്ധപ്പെട്ട് വിചാരണ കോടതിയുടെ വിധി വന്നു. നടൻ ദിലീപിനെ കുറ്റമുക്തനാക്കി. പക്ഷേ ഈ കേസിൻ്റെ വിധിയെക്കുറിച്ചുള്ള പലതരത്തിലുള്ള വിശകലനങ്ങൾ, ഒപ്പം തന്നെ വിമർശനങ്ങൾ, ഇതൊക്കെ സോഷ്യൽ മീഡിയ പോസ്റ്റുകളിൽ നിറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. എന്താണ് ഈ കാര്യത്തിൽ അങ്ങേക്ക് പറയാനുള്ളത്? ഒരു കോടതി വിധി വന്നു കഴിഞ്ഞാൽ സാധാരണഗതിയിൽ വിവാദം അവസാനിക്കേണ്ടതാണ്. ബട്ട് കുറച്ച് പേർക്ക് ആ കോടതി വിധി ഇഷ്ടപ്പെട്ടില്ല. അവരുടെ ആഗ്രഹപ്രകാരമല്ല ആ വിധി വന്നത്. അവരാണ് ഈ ബഹളം തുടങ്ങി വെച്ചത്. തുടങ്ങിക്കഴിഞ്ഞപ്പോൾ പിന്നെ ഇപ്പുറത്തു നിന്നും പ്രതികരണങ്ങളുണ്ടായി. ഇപ്പോൾ അതിഭീകരമായ പ്രതികരണങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നു. അതിൻ്റെ ഭാഗമായിട്ട് നടി ഇപ്പോൾ പോലീസിൽ പരാതി വരെ കൊടുത്തിരിക്കുന്നു. അവരെ ക്രൂരമായിട്ട് സൈബർ ബുള്ളിയിങ് നടത്തുന്നു. അതുകൂടാതെ ഇതിനകത്തെ 2ാം പ്രതി ആയിരുന്നതാണ് ഇപ്പോൾ അയാൾ ജയിലിലായതുകൊണ്ട് പിന്നെ 1ാം പ്രതി 2ാം പ്രതി ഒന്നുമില്ലല്ലോ, എല്ലാവരും ജയിലിലായി. അപ്പോൾ 2ാം പ്രതി ആയിരുന്ന മാർട്ടിൻ, അയാളുടെ ഒരു വീഡിയോ, അതൊരു പഴയ വീഡിയോ ആണ്, ഈ ജഡ്ജ്മെൻ്റൊക്കെ വരുന്നതിന് മുമ്പ്. അയാൾ അറസ്റ്റ് ചെയ്ത് ജയിലിൽ പോയി. പിന്നെ കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ ജാമ്യം കിട്ടി പുറത്തിറങ്ങി കഴിഞ്ഞപ്പോൾ കൊടുത്ത ഒരു ഇൻ്റർവ്യൂ ആണെന്നാണ് അതിൻ്റെ സംഭാഷണത്തിൽ നിന്ന് എനിക്ക് മനസ്സിലാവുന്നത്. എനിക്ക് ഉറപ്പില്ല എപ്പോഴാണ് വീഡിയോ ഇറങ്ങിയെന്നൊന്നും എനിക്കറിയില്ല. ഞാൻ ആ വീഡിയോ കണ്ടു, ഏകദേശം 18 മിനിറ്റ് വരുന്ന വീഡിയോ. ആ വീഡിയോയാണ് ഈ നടിക്ക് ഇപ്പോൾ വലിയൊരു ഡിസ്റ്റർബൻസായിട്ട് വന്നിരിക്കുന്നത്. ആ വീഡിയോയിൽ ഈ മാർട്ടിൻ പറയുന്നു, ഇങ്ങനൊരു സംഭവമേ നടന്നിട്ടില്ല, ഇത് മൊത്തം ഫാബ്രിക്കേറ്റഡാണ്. ഇത് ദിലീപിനെ കൊടുക്കാനായിട്ട് നമ്മളുടെ ലാല്, പിന്നെ ശ്രീവത്സൻ മേനോൻ, മഞ്ജു വാര്യർ, രമ്യ നമ്പീശൻ, പിന്നെ ഈ നടി, ഇവരെല്ലാം ചേർന്ന് നടത്തിയ വമ്പൻ ഗൂഢാലോചനയാണിത്. ഇങ്ങനൊരു സംഭവം ഉണ്ടായിട്ടില്ല, അങ്ങനൊരു വീഡിയോ ഇല്ല. ഇനി അഥവാ വീഡിയോ ഉണ്ടെങ്കിൽ തന്നെ അത് ഗോവയിലും കണ്ട് ചിത്രീകരിച്ച് വേറെ ഏതോ വീഡിയോ ആണെന്നൊക്കെ പറഞ്ഞിട്ട് ഇയാളങ്ങ് തട്ടിവിടുകയാണ്. കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇയാൾ പറഞ്ഞു, ഞാൻ ഇങ്ങനെ അങ്കമാലി മജിസ്ട്രേറ്റിൻ്റെ മുമ്പിൽ ഇതൊക്കെ പറഞ്ഞിരുന്നു. മജിസ്ട്രേറ്റ് അതൊക്കെ എഴുതിയെടുത്തിട്ട് മജിസ്ട്രേറ്റ് പറഞ്ഞു, ഞാനിതൊരു കവറിലിട്ട് വിചാരണ നടത്തുന്ന ജഡ്ജിക്ക് അയച്ചു കൊടുക്കാം, അവിടെ താൻ എന്താണെന്ന് വെച്ചാൽ പറയണം എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഇൻ്റർവ്യൂ ചെയ്യുന്ന ആൾ മാർട്ടിനോട് ചോദിക്കുന്നു, നിങ്ങളിതൊക്കെ കോടതിയിൽ പറയുമോ? പിന്നെ ഞാൻ പറയും, ഞാനങ്ങനെ വിടാനൊന്നും പോകുന്നില്ല എന്നും മാർട്ടിൻ.
ബട്ട് കോടതി വിധി എടുത്തു കഴിഞ്ഞാൽ മാർട്ടിൻ ഇങ്ങനെ ഒന്നും പറഞ്ഞിട്ടില്ല. മാർട്ടിൻ ഇത് വിചാരണ കോടതിയിൽ പറയണ്ടേ, അതെ, ഇത് നടന്നിട്ടില്ല, ഇത് സാങ്കല്പികമാണ്, ഇങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല, ഞാനാണ് ആ വണ്ടി ഓടിച്ചത്, എനിക്കറിയാം അതിനകത്ത് ഒരു ചുക്കും നടന്നിട്ടില്ല, സത്യത്തിൽ ഇങ്ങനെയാണ് കാര്യം, ഇവരിങ്ങനെയൊക്കെ സംസാരിക്കുന്നത് ഞാൻ കേട്ടു. മാർട്ടിൻ പറയുന്നതേ പൾസർ സുനിയും നടിയും തമ്മിൽ എന്തോ പ്രേമബന്ധമുള്ളതുപോലെ പെരുമാറിയെന്നൊക്കെയാണ്. ഞാനതിൻ്റെ അശ്ലീലം കോട്ട് ചെയ്യുന്നില്ലെന്നേ ഉള്ളൂ. ഇതൊക്കെ ആ മനുഷ്യൻ്റെ വീഡിയോയിലുണ്ട്. എന്നാൽ ഈ കക്ഷി കോടതിയിൽ ഇതൊന്നും പറഞ്ഞിട്ടില്ല. കോടതി റെക്കോർഡ് ചെയ്തിരിക്കുന്നത് ഈ റേപ്പ് കേസ് പ്രതികളിൽ ആരും തന്നെ 1 മുതൽ 6 വരെയുള്ള പ്രതികളിൽ ആരും തന്നെ റേപ്പ് കേസ് നിഷേധിച്ചിട്ടില്ല. കോടതി പറയുന്നു ചില മൈനർ ഡീറ്റെയിൽസിലാണ് അവർ ഒബ്ജക്ഷൻ പറഞ്ഞത്. പൾസർ സുനി എന്ന 1-ാം പ്രതി പറഞ്ഞു അത് സിബുള്ള പാൻ്റ് ആയിരുന്നില്ല. അപ്പോൾ സിബുള്ളതാണോ ഇല്ലാത്തതാണോ? നടി പറഞ്ഞു ഇല്ല, പാൻറ്റിന് സിബ് ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു. സിബ് ഉണ്ടായിരുന്നു തെളിയുകയും ചെയ്തു, എന്തോ ഫോട്ടോയിലോ മറ്റോ. ഇങ്ങനെ ചില നിസ്സാര കാര്യങ്ങളാണ്. നടി ആദ്യം എറണാകുളത്ത് പോകണമെന്ന് പറഞ്ഞു, പിന്നെ ലാലിൻ്റെ വീട്ടിൽ പോകണമെന്ന് പറഞ്ഞു. ശരി, അത് കേസിലെ വലിയൊരു സംഭവമൊന്നുമല്ലല്ലോ. ഇപ്പോൾ ജഡ്ജ് പറയുന്നത് ഇത്തരം ട്രിവിയലായിട്ടുള്ള ചില ഒബ്ജക്ഷൻസ് അല്ലാതെ വേറെ ഒന്നും തന്നെ പ്രതികളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായില്ല എന്ന് പറയുന്നു. പ്രതികൾക്കെല്ലാം വക്കീലും ഉണ്ടായിരുന്നു. ഇവരാരും നിസ്സഹായരൊന്നും ആയിരുന്നില്ല, വക്കീലന്മാരുണ്ടായിരുന്നു. ഓരോ പ്രതിക്കും ഓരോ വക്കീൽ വെച്ചുണ്ടായിരുന്നു. അങ്ങനെ 6 പ്രതികൾ പ്ലസ് ദിലീപിൻ്റെ വക്കീൽ, അങ്ങനെ 7 വക്കീലന്മാർ ഈ അതിജീവിതയെ ചോദ്യം ചെയ്തിട്ടുണ്ട്, വിസ്തരിച്ചിട്ടുണ്ട്. അതിലെല്ലാം ഇത് തെളിഞ്ഞിട്ടുണ്ട്. രസകരമായ കാര്യം, ഈ വിഷ്വൽസ് വെച്ചോ വീഡിയോ വെച്ചൊന്നും അല്ല റേപ്പ് കോടതി തെളിവായിട്ട് റേപ്പ് തെളിയുന്നത് കോടതിയുടെ മുമ്പിൽ. ഫോറൻസിക് തെളിവുകൾ വെച്ചിട്ടാണ്. കാറിൻ്റെ നമ്മൾ കാല് ചവിട്ടുന്ന ഭാഗത്ത് മാറ്റുണ്ടല്ലോ, ആ മാറ്റിൽ വീണ് കിടന്ന സ്രവങ്ങൾ വസ്ത്രങ്ങളിൽ, പൾസർ സുനിയുടെയും ഈ നടിയുടെയും വസ്ത്രങ്ങളിൽ, പാൻറ്റിൽ, ഷർട്ടിൽ, ഇതിൽ നിന്നൊക്കെ സാമ്പിൾ ശേഖരിച്ചിട്ട് ശാസ്ത്രീയമായിട്ട് ഫോറൻസിക് ലബോറട്ടറിയിൽ ടെസ്റ്റ് ചെയ്തിട്ട് DNA കണ്ടുപിടിച്ചിട്ട് അത് ഈ 2 പേര് തന്നെയാണെന്ന് ഉറപ്പിച്ചിട്ട് ഏകദേശം അപ്രോക്സിമേറ്റ് ഡേറ്റും ഒക്കെ ഉറപ്പിച്ച് അങ്ങനെയാണ് ശാസ്ത്രീയമായ തെളിയിക്കുന്നത്. അങ്ങനെ റേപ്പ് തെളിഞ്ഞു. ആ റേപ്പ് നടന്നിട്ടില്ല എന്ന് വാദിക്കാൻ ഈ 1 മുതൽ 6 വരെയുള്ള പ്രതികൾക്ക് സാധിച്ചില്ല. ഇനി 8-ാം പ്രതിയായിരുന്നല്ലോ ദിലീപ്. ദിലീപിൻ്റെ വക്കീൽ B. രാമൻപിള്ള സാറ് സമർത്ഥനാണ്, അക്കാര്യത്തിൽ ആർക്കും തർക്കമില്ല. ഈ റേപ്പ് നടന്നില്ല എന്ന് വന്നാൽ അതിൻ്റെ 1-ാം ഗുണഭോക്താവ് ദിലീപാണ്, ഇല്ലേ? റേപ്പേ നടന്നില്ല, പിന്നെന്ത് കൊട്ടേഷൻ? ഇതെല്ലാം കൂടെ പൊക്കിക്കൊണ്ട് പോടാന്ന് പറഞ്ഞിട്ട് കോടതി സകലരെയും പറഞ്ഞു വിടും. അപ്പോൾ രാമൻപിള്ള സാറിനൊരു വാശി തോന്നുന്നുണ്ട്, റേപ്പ് നടന്നില്ല എന്ന് തെളിയിക്കാൻ എന്തെങ്കിലും ഒരു മാർഗം കിട്ടുകയാണെങ്കിൽ. മാർട്ടിൻ ഒരു മൊഴി കൊടുത്താൽ അതിൽ പിടിച്ച് രാമൻപിള്ള സാർ കയറും, റേപ്പ് നടന്നിട്ടില്ല എന്ന് പറഞ്ഞിട്ട്. ബട്ട് രാമൻപിള്ള സാർ അങ്ങനെ ശ്രമിച്ചിട്ടുമില്ല, മാർട്ടിൻ അങ്ങനെ മൊഴി കൊടുത്തിട്ടുമില്ല. അപ്പോൾ മാർട്ടിൻ്റെ ഈ ഒരു പൊങ്ങച്ചവർത്താനം എന്തെങ്കിലും കാരണവശാൽ പറഞ്ഞതായിരിക്കും. അത് പറഞ്ഞത് അതൊരു പഴയ വീഡിയോ ആണ്. ആ വീഡിയോ എടുത്ത് ആഘോഷിക്കുന്നത് ഒരു മാന്യതയല്ല. പക്ഷേ ഇതൊക്കെ കൊണ്ട് ദിലീപ് കൊട്ടേഷൻ കൊടുത്തു എന്നാകുന്നില്ല. അവിടെയാണ് എൻ്റെ അഭിപ്രായ വ്യത്യാസം. നിങ്ങൾ ഈ പറഞ്ഞ മാർട്ടിൻ പറഞ്ഞു, മറ്റേയാൾ പറഞ്ഞു, മറിച്ചയാൾ പറഞ്ഞു, അങ്ങനെയല്ല. കോടതി പറഞ്ഞത് വേണം എടുക്കാൻ. ആളുകൾക്കൊക്കെ എന്തും വിളിച്ച് പറയാം. ഒരു ക്രൈമിൽപ്പെട്ട ആൾ സംസാരിക്കുമ്പോൾ അയാളുടെ ഭാഗം ക്ലിയറാക്കിയല്ലേ സംസാരിക്കുകയുള്ളൂ. ഏതെങ്കിലും മാർട്ടിൻ നാളിതുവരെ വന്നിട്ട് ഇങ്ങനൊരു പ്രശ്നം നടന്നതാണ്, ഞാനും അതിന് ഉത്തരവാദിയാണ് എന്ന് പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. എല്ലാവരും തങ്ങളുടെ ഭാഗം രക്ഷിച്ചെടുക്കാൻ വേണ്ടിയിട്ടുള്ള വീഡിയോകളാണ് ചെയ്യുന്നത്. അതുകൊണ്ട് ആ വീഡിയോ ചെയ്തോട്ടെ, പക്ഷേ നമ്മളത് സ്വീകരിക്കാൻ പാടില്ല. നമുക്ക് സ്വീകരിക്കാവുന്നത് കോടതി വിധി മാത്രമാണ്. ഈ കോടതി വിധിയിൽ മാർട്ടിൻ ഇതൊന്നും പറഞ്ഞിട്ടുമില്ല. അതുകൊണ്ട് അർത്ഥശൂന്യമായ ഒരു കളിയാണ് ഇപ്പോൾ കളിക്കുന്നത്. ഇതിനർത്ഥം ദിലീപ് ഗൂഢാലോചന നടത്തിയെന്നല്ല. ദിലീപ് ഗൂഢാലോചന നടത്തിയതിന് വേറെ തെളിവ് വേണം. അതില്ല എന്ന് വ്യക്തമാക്കിക്കൊണ്ട് കോടതി വിധിച്ചു കഴിഞ്ഞു. ഇനിയിപ്പോൾ എന്താ? കോടതിയിൽ ഞാൻ ഈ ബാലചന്ദ്രകുമാർ എന്ന കഥാപാത്രം ഓക്കെ, ഈ
ഇദ്ദേഹം കോടതിയിൽ ഒരുപാട് മൊഴികൾ കൊടുത്തു. സുദീർഘമായ ദിവസങ്ങളോളം നീണ്ടു നിൽക്കുന്ന മൊഴികളാണ് ബാലേന്ദ്രകുമാർ കൊടുത്തത്. ഒരുപാട് ഡിജിറ്റൽ എവിഡൻസ്, ഈ മനുഷ്യൻ കൊടുത്ത ഡിജിറ്റൽ എവിഡൻസ് ഉണ്ടല്ലോ, ഇങ്ങനെ ആർക്കൊക്കെയോ വാട്സാപ്പ് മെസ്സേജ് അയക്കുന്നു. ഈ അയച്ച മെസ്സേജുകളെല്ലാം പുള്ളി വേറൊരു ഡിവൈസിലിട്ടിട്ട് കൺസോളിഡേറ്റ് ചെയ്യുന്നു. കേരള കൗമുദിയിലെ ലിയോയ്ക്ക് അയച്ച മെസ്സേജുകൾ, TG മോഹൻദാസിന് അയച്ച മെസ്സേജുകൾ, ഇങ്ങനെ കാറ്റഗറൈസ് ചെയ്യുന്നു. കാറ്റഗറൈസ് ചെയ്തിട്ട് പ്രത്യേകം ഫയലാക്കുന്നു, എഡിറ്റ് ചെയ്യുന്നു, കുത്ത്, കോമ, സ്പെല്ലിംഗ് മിസ്റ്റേക്കൊക്കെ എഡിറ്റ് ചെയ്ത് ഭംഗിയാക്കുന്നു. എന്നിട്ട് ഇത് തെളിവാണെന്ന് പറഞ്ഞ് കോടതിയിൽ കൊണ്ടുചെല്ലുന്നു. ഏതെങ്കിലും കോടതി ഇത് തെളിവായിട്ട് എടുക്കുക? എഡിറ്റ് ചെയ്ത്, ഇത്രയധികം എഡിറ്റ് ചെയ്ത് കമ്പൈൽ ചെയ്ത് പ്രത്യേകം വേർഡ് ഫയലോ PDF മറ്റോ ആക്കിയിട്ട് അതിൽ ഡേറ്റ് ഇല്ലാത്തതിന് ഡേറ്റ് ഇട്ട് ഇതൊക്കെ ചെയ്തു കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ തെളിവ് മൂല്യം പോയി. ഒന്നാമത് വോയിസ് ക്ലിപ്പുകൾക്കൊന്നും ക്ലാരിറ്റി ഇല്ല, അപ്പുറത്ത് ആരാണെന്ന് അറിഞ്ഞുകൂടാ. ഇദ്ദേഹമാണെങ്കിൽ മഹാപൊങ്ങച്ചക്കാരൻ. ഇങ്ങനെ ഇങ്ങനെ എഡിറ്റ് ചെയ്ത കാര്യങ്ങളാണ് കൊണ്ടുവന്നത്, അതുകൊണ്ട് ഇത് എടുക്കാൻ പറ്റില്ല. മാത്രമല്ല ഇയാളുടെ പൊങ്ങച്ചം ദുസ്സഹമാണെന്നും കോടതി രേഖപ്പെടുത്തുന്നുണ്ട്. ഞാനത് ഒരു ചെറിയ പോർഷൻ ലിയോയുടെയും നാട്ടുകാരുടെയും അറിവിന് വേണ്ടിയിട്ട് വായിക്കാം. അക്കോർഡിംഗ് ടു ബാലേന്ദ്രകുമാർ, he contacted Mr. Koliyakkod M. Krishnan Nair to change the investigation team or to make sure that the prosecution supports granting of bail to accused number 8 Dilip. കോലിയക്കോട് കൃഷ്ണൻ നായർ വഴിക്ക് ഒന്നുകിൽ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ മാറ്റണം, അല്ലെങ്കിൽ ദിലീപിന് ജാമ്യം കൊടുക്കുന്നതിനെ എതിർക്കരുത് ഹൈക്കോടതിയിൽ. കോലിയക്കോട് N. കൃഷ്ണൻ നായർ ഈസ് ദ പേഴ്സൺ ഹൂ ഈസ് ദ ക്ലോസ് അസോസിയേറ്റ് ഓഫ് ചീഫ് മിനിസ്റ്റർ. മുഖ്യമന്ത്രിയുടെ അടുപ്പക്കാരനാണ് കോലിയക്കോട് കൃഷ്ണൻ നായർ. ഇതുകൂടാതെ he claimed that he tried to open a new route through VHP, വിശ്വ ഹിന്ദു പരിഷത്ത്, വയ ചെന്നൈ. വിശ്വ ഹിന്ദു പരിഷത്ത് വഴി ചെന്നൈയിൽ ഒരു പുതിയ റൂട്ട് കൂടെ ബാലേന്ദ്രകുമാർ തുറന്നു. കോലിയക്കോട് കൃഷ്ണൻ നായരുടെ റൂട്ടുണ്ട് മുഖ്യമന്ത്രി വഴിക്ക്, അതവിടെ ഇരിക്കട്ടെ, നമുക്കൊരു ബാക്കപ്പ് വേണമല്ലോ. അതുകൊണ്ട് വിശ്വ ഹിന്ദു പരിഷത്ത് വഴി ചെന്നൈ. He also claimed that his operation via Trivandrum is likely to be successful. തിരുവനന്തപുരം വഴിയുള്ളത് നടക്കും, എന്നാലും ഒരു ബാക്കപ്പ്. അക്കോർഡിംഗ് ടു ഹിം, ദ ഇൻ്റർവെൻഷൻ ഓഫ് ഡെപ്യൂട്ടി ചീഫ് മിനിസ്റ്റർ ഓഫ് തമിഴ്നാട് മിസ്റ്റർ O. പന്നീർശെൽവം, നിസ്സാരക്കാരനല്ല, അവിടെ എത്തി, ആൻഡ് ദ ഇൻ്റർവെൻഷൻ ഓഫ് ദ ദെൻ കേരള ഗവർണർ ഓൾസോ സെക്യൂർഡ്. കേരള ഗവർണർ P. സദാശിവം, തമിഴ്നാട് ഡെപ്യൂട്ടി മുഖ്യമന്ത്രി പന്നീർശെൽവം, ഇവിടെ കോഴിക്കോട് കൃഷ്ണൻ നായർ വഴി മുഖ്യമന്ത്രി. ദിലീപിന് ജാമ്യം കൊടുപ്പിക്കാനായിട്ട് ബാലേന്ദ്രകുമാർ ശ്രമിച്ച കഥയാണ്. ദ മെസ്സേജ് വുഡ് ഷോ ദാറ്റ്, അക്കോർഡിംഗ് ടു ബാലേന്ദ്രകുമാർ, ദെൻ കേരള ഗവർണർ ജസ്റ്റിസ് P. സദാശിവം ഹെൽപ്ഡ് മിസ്റ്റർ അമിത് ഷാ, ദ യൂണിയൻ ഹോം മിനിസ്റ്റർ, നിസ്സാരക്കാരനല്ല അമിത് ഷാ, ടു അവോയ്ഡ് ലൈഫ് ഇംപ്രിസൺമെൻറ്റ്, ആൻഡ് ആസ് പാർട്ട് ഓഫ് ഹിസ് ഗ്രാറ്റിറ്റ്യൂഡ് മിസ്റ്റർ ജസ്റ്റിസ് P. സദാശിവം വാസ് ഗിവൺ ദ പോസ്റ്റ് ഓഫ് കേരള ഗവർണർ. ഇപ്പോഴാണ് P. സദാശിവം കേരള ഗവർണർ ആയതിൻ്റെ രഹസ്യം ബാലേന്ദ്രകുമാർ വെളിപ്പെടുത്തുകയാണ് കോടതി. അതായത് അമിത് ഷായ്ക്ക് ജീവപര്യന്തം കിട്ടാൻ നേരത്ത് P. സദാശിവൻ സുപ്രീം കോടതിയിലിരിക്കുന്നു. പുള്ളി കീഴ്ക്കോടതിയിൽ വിളിച്ചു പറഞ്ഞു, എടാ ജീവപര്യന്തം കൊടുക്കരുത്, നമ്മുടെ ആളാണ് എന്ന് പറഞ്ഞിട്ട് അമിത് ഷായെ രക്ഷപ്പെടുത്തി. അമിത് ഷാ ആഭ്യന്തരമന്ത്രിയായി കഴിഞ്ഞപ്പോൾ നമ്മളെ രക്ഷപ്പെടുത്തിയ ആളല്ലേ, അതുകൊണ്ട് ഇരിക്കട്ടും ഒരു ഗവർണർ പോസ്റ്റ് ഉങ്ങൾക്ക് എന്ന് പറഞ്ഞിട്ട് സദാശിവത്തിന് കേരള ഗവർണർ പോസ്റ്റ് കൊടുത്തു. അപ്പോൾ അമിത് ഷാ പറഞ്ഞാൽ സദാശിവം കേൾക്കും, സദാശിവം പറഞ്ഞാൽ അമിത് ഷാ കേൾക്കും. ഈ രണ്ടുപേരും ബാലേന്ദ്രകുമാർ പറഞ്ഞാൽ കേൾക്കും. അതാണ് മനസ്സിലായ. അപ്പോൾ ഹി ഓൾസോ റെഫർ ടു ദ ദെൻ ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷൻ അഡ്വക്കേറ്റ് മഞ്ചേരി ശ്രീധരൻ നായർ ആസ് ദ ക്ലോസ് ഫ്രണ്ട് ഓഫ് ഗവർണർ. മഞ്ചേരി ശ്രീധരൻ നായർ ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷനായിട്ട് കൊച്ചിയിലിരുന്ന ആൾ, അദ്ദേഹം ഗവർണറുടെ അടുത്ത ആളാണ്. മഞ്ചേരിയോടും ബാലേന്ദ്രകുമാർ സംസാരിച്ചിട്ടുണ്ട്. പിന്നെ ബാലേന്ദ്രകുമാർ സെൻഡ് മെസ്സേജസ് സ്റ്റേറ്റിംഗ് ദ ഇൻ്റർവെൻഷൻ ഓഫ്, ഇതിൽ ഇൻ്റർവെൻ ചെയ്ത മറ്റുള്ളവർ ദിലീപിന് ജാമ്യം കൊടുക്കാനായിട്ട് ഇറങ്ങിയ ആൾക്കാരാണ് മമ്മൂട്ടി, സുരേഷ് കുമാർ, കമലഹാസൻ, ജയറാം,
ആനാവൂർ നാഗപ്പൻ, എൻ്റെ അമ്മോ, ആനാവൂർ നാഗപ്പനൊക്കെ ഇറങ്ങിയുള്ള സ്ഥിതി എന്താ. പിന്നെ കോളിക്കോട് കൃഷ്ണൻ നായർ, മിസ്റ്റർ ശരവണൻ, ക്ലാസ്മേറ്റ് ഓഫ് സൺ ഇൻ ലോ ഓഫ് തമിഴ്നാട് ഡെപ്യൂട്ടി ചീഫ് മിനിസ്റ്റർ പനീർശെൽവം. അതായത് പനീർശെൽവത്തിൻ്റെ മകളുടെ ഭർത്താവിൻ്റെ ക്ലാസ്മേറ്റ് ശരവണൻ. എൻ്റെ ദൈവമേ, ഇനി ആരൊക്കെയാണ് വേണ്ടത്? ഒന്ന് സങ്കല്പിച്ച് നോക്കിയേ. ഒരു ദിവസം രാവിലെ ആനാവൂർ നാഗപ്പൻ്റെ വീട്ടിൽ കമലഹാസൻ വരുന്നു. എന്താടാ പെട്ടെന്ന് ഇങ്ങനെ? ചേട്ടാ, നമുക്ക് ദിലീപിന് ഒരു ജാമ്യം മേടിച്ചു കൊടുക്കണം. അത് ബാലേന്ദ്രകുമാർ എന്നെ വിളിച്ചിരുന്നു, ഞാനത് ചെയ്യുന്നുണ്ട്, നീ എന്തിനാ അതിൻ്റെ പിന്നാലെ? അല്ല, അപ്പോൾ ബാലേന്ദ്രകുമാർ പറഞ്ഞാൽ എനിക്കത് ചെയ്യാതിരിക്കാൻ പറ്റില്ല, അതുകൊണ്ട് ഞാൻ ചേട്ടനെ സഹായിക്കാൻ വന്നതാണെന്ന് പറഞ്ഞിട്ട് ആനാവൂർ നാഗപ്പൻ, കോലിയക്കോട് കൃഷ്ണൻ നായർ, മമ്മൂട്ടി, സുരേഷ് കുമാർ, കമലഹാസനൊക്കെ കൂടെ ഒരു കാറിൽ തള്ളിക്കയറുന്നു. അപ്പോഴാണ് ജയറാം വരുന്നത്. എവിടെ പോകുന്ന എല്ലാവരും? എടാ, ഞങ്ങൾ ദിലീപിന് ജാമ്യം മേടിച്ചു കൊടുക്കാൻ പോവാണ്, ഞാനും വരാമെന്ന് പറഞ്ഞിട്ട് ഇയാളും തള്ളിക്കയറി. നമ്മളുടെ ഏതാ റാംജി റാവു സ്പീക്കിങ്ങിൽ എല്ലാവരും കൂടെ വണ്ടിയിൽ എൽദോ സിനിമയിലെടുത്തൊന്നും പറഞ്ഞ് വണ്ടി കയറുന്നില്ലേ, അതുപോലെ ഇവരെല്ലാം കൂടെ ജാമ്യം എടുത്തു. ഈ ജഡ്ജ് ചോദിക്കുന്നത്, ഇങ്ങനെ തള്ളുന്ന ഒരാൾ, തള്ളിന് നോബൽ സമ്മാനം ഉണ്ടെങ്കിൽ അത് ബാലേന്ദ്രകുമാർ മരിച്ചുപോയി, ആ മനുഷ്യനെ പറ്റി മോശം, പക്ഷേ കോടതിയിലെ റെക്കോർഡാണ് ഇതൊക്കെ. ഈ സാധനമൊക്കെ വെച്ചിട്ട് കേസ് ജയിക്കാം എന്ന് വിചാരിച്ചാൽ സത്യം പറഞ്ഞാൽ പോലീസുകാരെ തല്ലണ്ടേ? തലയ്ക്ക് വെളിവുള്ള പോലീസുകാരൻ ഇങ്ങനെയൊക്കെയുള്ള മെസ്സേജസും സംഗതിയൊക്കെ ആയിട്ട് ഇയാളെ സാക്ഷിയായിട്ട് അവിടെ എഴുന്നള്ളിക്കുമോ? ഒരു ചുക്കും കയ്യിലില്ലാത്തൊരു മനുഷ്യൻ, വെറും വാചകമടി മാത്രം. ബട്ട് ചാനലിൽ കിടന്ന് ഷൈൻ ചെയ്യും. ഈ ചാനൽ ഷൈനിങ് കൊണ്ട് കേസ് ജയിക്കാൻ പറ്റില്ല. ഇത് വക്കീലന്മാരോട് പറഞ്ഞാൽ അവരും സമ്മതിക്കില്ല. ഇപ്പോൾ സംഭവിക്കുന്നത്, ഈ കേസ് ഹൈക്കോടതിയിൽ പോയാലെങ്കിലും ദിലീപ് ശിക്ഷിക്കപ്പെടണം. അതിനുള്ള ഒരു പൊതുബോധം സൃഷ്ടിക്കണം. ഈ ഹൈക്കോടതിയിലും തോക്കുമെന്നാണ് അവർക്ക് വിലയിരുത്തൽ. തോറ്റാൽ പോലും ജനമനസ്സിൽ ദിലീപ് കുറ്റക്കാരനായിട്ട് കിടക്കണം. അതിനു വേണ്ടിയിട്ട് നിരന്തരം നടത്തുന്ന ക്യാമ്പയിനാണ് നമ്മളീ കാണുന്നത്. മഹാമോശമാണ് ഇത് ചെയ്യുന്നത്. ഒരു വ്യക്തിയുടെ പിന്നാലെ വെഞ്ചൻസുമായിട്ട് വലിയൊരു വിഭാഗം ഇറങ്ങിത്തിരിക്കുന്നത് ശരിയല്ല. എല്ലാവരും ആണയിടുന്നത് മലയാളിയുടെ മനസ്സാക്ഷി എന്നൊക്കെ. അങ്ങനെ മനസ്സാക്ഷിയൊക്കെ കോടതിയുടെ കൂടെയാണ്, കോടതിയാണ് ഇതിന് തീർപ്പ് കൽപ്പിക്കുന്നത്. അങ്ങനെയാണ് നമ്മളുടെ സിസ്റ്റം സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ കോടതി പൊട്ട കോടതിയാണ്. എനിക്ക് അനുകൂലമായിട്ട് വിധിച്ചാൽ നല്ല കോടതി, ഇല്ലെങ്കിൽ മോശം കോടതി. ഇത് പൊതുജനങ്ങൾക്ക് നന്നായിട്ട് മനസ്സിലാവും ഈ ടെക്നിക്ക്. അതുകൊണ്ട് ഇനിയെങ്കിലും ഈ വാഗ്വാദങ്ങൾ അവസാനിപ്പിക്കുക. അപ്പീൽ പോകാനുള്ളവർ അപ്പീൽ പോവുക, വിധി കിട്ടുന്നത് വാങ്ങുക, സമർത്ഥമായിട്ട് കേസ് നടത്തുക. ഇതാണ് എനിക്ക് പറയാനുള്ളത്. അല്ല, ഇതല്ലാതെ ഈ തെരുവിൽ കിടന്ന് ഗോഗോ വിളിച്ചും സോഷ്യൽ മീഡിയയിൽ തർക്കിച്ചും ഒരു കേസ് ജയിക്കാം എന്ന് വിചാരിക്കുന്നത് മൗഢ്യമാണ്. ഇതിപ്പോൾ ഇത്തരത്തിൽ ജഡ്ജിയെ സമ്മർദ്ദത്തിലാക്കുന്നു, വളരെ ശക്തമായ സൈബർ ആക്രമണം ജഡ്ജിക്കെതിരെ നടത്തുന്നു എന്നുള്ള ഒരു പരാതി ഉയർന്നു കഴിഞ്ഞു. നിയമവൃത്തങ്ങളിൽ തന്നെ അത്തരത്തിലൊരു ഒരു പരാതി ആശങ്ക പ്രകടിപ്പിച്ചുകൊണ്ട് ആ പരാതി മുന്നോട്ട് വയ്ക്കുകയും ചെയ്യുന്നുണ്ട്. ഇത് അങ്ങ് പറഞ്ഞതുപോലെ കേസാണെങ്കിൽ കേസായി പോവുക, ഇത് തെരുവിൽ ഇത്തരത്തിൽ ഉള്ള പ്രസ്താവനകളിലേക്ക് പോകരുത് എന്നുള്ളതാണ് ഒരു അഭിപ്രായമായി അങ്ങ് മുന്നോട്ട് വെച്ചത്. പക്ഷേ കഴിഞ്ഞ ദിവസം അതിജീവിത മുഖ്യമന്ത്രിയെ കാണുന്നു, കുറച്ച് സമയം സംസാരിക്കുന്നു, ഒപ്പമാണ് സംസ്ഥാനവും എന്ന് അദ്ദേഹം ഉറപ്പു നൽകുന്നു, കേസുമായി ശക്തമായി മുന്നോട്ട് പോകുമെന്ന് പറയുന്നു. അതിന് പിന്നാലെ പലരും പരസ്യമായി പ്രസ്താവനകളുമായി രംഗത്ത് വന്നിരിക്കുകയാണ്. നടി മഞ്ജു വാര്യരും കഴിഞ്ഞ ദിവസം വളരെ ശക്തമായ രീതിയിൽ പ്രതികരിച്ചിട്ടുമുണ്ട്. ഇത്തരത്തിലുള്ള പ്രതികരണങ്ങൾ തുടരുന്നത് അങ്ങ് പറഞ്ഞതുപോലെ അത്ര ഭൂഷണമല്ല. പക്ഷേ ഇപ്പോൾ ഒരു KSRTC ബസ്സിൽ ദിലീപ് അഭിനയിച്ച ചിത്രം പ്രദർശിപ്പിക്കുന്നത് പോലും വിമർശനത്തിന് വിധേയമായി. അവിടെ ഒരു തർക്കം ഉടലെടുത്തിരിക്കുകയാണ്. ഇത് എങ്ങോട്ട് പോകും എന്നാണ് അങ്ങ് കരുതുന്നത്? അല്ലെങ്കിൽ ഈ തർക്കം ഇത്തരത്തിൽ നിലനിൽക്കുവാനുള്ള കാരണം കോടതി വിധിയാണ്. പക്ഷേ എത്ര നാൾ ഈ തർക്കം ഇങ്ങനെ മുന്നോട്ട് പോകും? അത് ഈ തർക്കത്തെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു മനുഷ്യൻ മുഖ്യമന്ത്രി തന്നെയാണ്. ഈ KSRTC ബസ്സിലെ സംഭവത്തിനൊക്കെ ഉത്തരവാദി മുഖ്യമന്ത്രിയാണ്. കാരണം മുഖ്യമന്ത്രി കുറേ നാളായിട്ട് ഒരു പോലീസ് സ്റ്റേഷനായിട്ട് പ്രവർത്തിക്കുന്നു, ഇല്ലേ? ഈ ഏതെങ്കിലും സ്ത്രീക്ക് പരാതി ഉണ്ടെങ്കിൽ അവരിപ്പം നേരെ മുഖ്യമന്ത്രിക്കാണ് പരാതി കൊടുക്കുന്നത്, മുഖ്യമന്ത്രിയെ കാണാനാണ് പോകുന്നത്. ആ സ്ത്രീ ആരാണെന്ന് നോക്കിയിട്ട് മുഖ്യമന്ത്രി അവർക്ക് സമയം അനുവദിക്കും. സാധാരണ സ്ത്രീയാണെങ്കിൽ മുഖ്യമന്ത്രിയെ കാണാൻ പറ്റില്ല, നമുക്ക് എല്ലാവർക്കും അറിയാം. ബട്ട് ചില പ്രത്യേക സ്ത്രീകൾക്ക്
പരിഗണനയുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിലിൻ്റെ കാര്യത്തിൽ പരാതി കൊടുത്ത സ്ത്രീ മുഖ്യമന്ത്രിയെ നേരിട്ട് കണ്ടു. 40 മിനിറ്റ് മുഖ്യമന്ത്രിയുമായിട്ട് സംസാരിച്ചു. 40 മിനിറ്റ് അടച്ചിട്ട മുറിയിൽ പിണറായി വിജയൻ വേറെ ആരോടെങ്കിലും സംസാരിക്കുന്നതായിട്ട് ലിയോയ്ക്ക് ഓർമ്മയുണ്ടോ? ഇല്ല. എം വി ഗോവിന്ദനോട് പോലും സംസാരിക്കില്ല 40 മിനിറ്റ് അടച്ചിട്ട മുറിയിൽ. പക്ഷേ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പരാതി കൊടുക്കാൻ വന്ന പെൺകുട്ടി അദ്ദേഹത്തോട് സംസാരിച്ചു. അദ്ദേഹത്തിൻ്റെ മുമ്പിലിരുന്നാണ് പരാതി എഴുതി കൊടുത്തതെന്നൊക്കെ വാർത്ത വന്നിരുന്നു. സത്യാവസ്ഥ നമുക്കറിയില്ല, അടച്ചിട്ട മുറിയാണല്ലോ. ഇതുപോലെ അപ്പോയിൻമെൻറ്റ് കൊടുക്കുന്ന പോലീസ് സ്റ്റേഷനായിട്ട് പ്രവർത്തിക്കുന്ന മുഖ്യമന്ത്രി പ്രോത്സാഹിപ്പിക്കുന്നത് ചില പ്രത്യേക ആൾക്കാരെയാണ്. ഇപ്പോൾ അതിജീവിതയ്ക്ക് ഈ സൈബർ ബുള്ളിയിങ്ങിൽ അവർക്ക് പ്രയാസമുണ്ട്. അവർ ചെയ്യേണ്ടത് അവർ താമസിക്കുന്ന സ്ഥലത്തെ പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുക്കുക, അല്ലാതെ മുഖ്യമന്ത്രിയെ പോയി കണ്ടിട്ട് ഷോ ഉണ്ടാക്കേണ്ട ആവശ്യമില്ല. ബട്ട് ആ ഷോയ്ക്ക് ഒരു മെസ്സേജ് സമൂഹത്തിൽ കൊടുക്കാനുണ്ട്. നോക്ക്, ഐ ആം ക്ലോസ് ടു ചീഫ് മിനിസ്റ്റർ, ഡോണ്ട് പ്ലേ വിത്ത് മീ. അതാണ്. അത് സോഷ്യൽ മീഡിയയിലെ ആൾക്കാരെ കൂടുതൽ പ്രകോപിപ്പിക്കുകയുള്ളൂ. ആ പ്രകോപനം തനിക്ക് രാഷ്ട്രീയമായി ഗുണം ചെയ്യും എന്ന് മുഖ്യമന്ത്രി വിചാരിക്കുന്നു. അതുകൊണ്ടാണ് മുഖ്യമന്ത്രി ഇങ്ങനെ പെരുമാറുന്നത്. മുഖ്യമന്ത്രി ഈ എല്ലാ കേസുകളും ഒരുപോലെ, എല്ലാ സ്ത്രീകളെയും ഒരുപോലെ, എല്ലാ പെൺകുട്ടികളുടെ മാനത്തിനും വില തുല്യമാണ് എന്ന് മുഖ്യമന്ത്രി മനസ്സിലാക്കി പെരുമാറിയാൽ ഈ പ്രശ്നം താനെ അടങ്ങിക്കോളും. ബട്ട് ഇത് ആളിക്കത്തിക്കേണ്ടത് മുഖ്യമന്ത്രിയുടെ ആവശ്യമാണ്, രാഷ്ട്രീയ ആവശ്യമാണത്. സർ, ഇപ്പോൾ ഇതിന് ഒരു രാഷ്ട്രീയ ആവശ്യമുണ്ടെന്ന് അങ്ങ് തന്നെ പറയുന്നു. അതിനോടൊപ്പം തന്നെ മറ്റൊരു അഭിപ്രായം ഉയർന്നു വന്നിട്ടുണ്ട് ശക്തമായി. ദിലീപിനെ പിന്തുണയ്ക്കുന്നവർ ഒരു സംഘപരിവാർ അജണ്ട അല്ലെങ്കിൽ ഒരു ഹിന്ദു അജണ്ട വെച്ച് പുലർത്തുന്നവരാണ് എന്ന ഒരു അഭിപ്രായം ഉയർന്നു വന്നിട്ടുണ്ട്. അതുകൊണ്ട് എന്താ അത്തരത്തിലൊരു അഭിപ്രായം ഉയർന്നു വന്നിട്ടുണ്ട്? അങ്ങനെ ഏതെങ്കിലും തരത്തിലുള്ള ഒരു വശം? അല്ല, ഞാൻ പറയുന്നത് ഈ സംഘപരിവാർ ആൾക്കാരാണ് ദിലീപിനെ ഡിഫെൻഡ് ചെയ്യുന്നത്. അതുകൊണ്ട് എന്താ? അതുകൊണ്ട് ദിലീപ് കുറ്റക്കാരനെന്നോ? ഞാൻ പറയുന്നത് ഞാനൊരു സംഘപരിവാറുകാരനാണ്, നേതാവും പണ്ടാരവും അല്ല, സംഘപരിവാറുകാരനാണ്. ഞാൻ റേസ് ചെയ്യുന്ന പോയിൻറ്റിന് മറുപടി പറയാതെ ഇയാൾ RSSകാരനാണെന്ന് മുദ്രയടിക്കുന്നത് ഉത്തരം ഇല്ലാഞ്ഞിട്ടാണ്. റേസ് ചെയ്യുന്ന പോയിൻറ്റിന് ഉത്തരമില്ല, അപ്പോൾ ഇയാൾ RSSകാരനാണ്. അതുകൊണ്ടെന്താ പറയട്ടെ. ഞാൻ ഈ സംഘപരിവാർ എന്നുള്ള ആരോപണം ഉന്നയിക്കുന്നവരോട് എൻ്റെ തിരിച്ചുള്ള ചോദ്യമാണ്, സംഘപരിവാറാണ്, അതുകൊണ്ടെന്താ? സോ ബ്ലഡി വാട്ട്? ഇതിനവർക്ക് ഉത്തരമില്ല. കോടതി വിധി എടുത്തു വെച്ചിട്ട് സംസാരിക്കാൻ അവർ തയ്യാറല്ല. കോടതി അങ്ങനെ പലതും പറയും. എനിക്ക് ദിലീപിനെ പണ്ടേ അറിയാം. ഈ നമ്പറൊന്നും സമൂഹത്തിൽ ചിലവാകില്ല. ഇവരുടെയൊക്കെ ഇങ്ങനെയൊക്കെ വാദിക്കുന്നവരുടെ സ്റ്റേച്ചർ കുറയുകയുള്ളൂ. ഒരാൾ സത്യം പറയുന്നു, ഉടനെ പറയാം അയാൾ കേരള കോൺഗ്രസ്സുകാരനാണ്. അതുകൊണ്ടെന്താ? അയാൾ പറയുന്നത് സത്യമാണോ നോക്ക്. കേരള കോൺഗ്രസ് ആയാലും എന്താ? ദിലീപ് കോൺഗ്രസ്സുകാരനായിരുന്നു, സംഘപരിവാറുകാർ വെറുതെ വെള്ളം കോരുകയാണ്. ശരി, സംഘപരിവാർ വെറുതെ വെള്ളം കോരുന്നു. അവരുന്നയിച്ച പ്രശ്നത്തിന് മറുപടി പറയേ. നിങ്ങൾ കോടതി വിധി വെച്ചിട്ട് സംസാരിക്കുക. അതല്ലാതെ സംഘപരിവാറാണ്, ബജറംഗ് ദളാണ് എന്ന് പറയുന്നത് ചോദ്യത്തിനുള്ള മറുപടിയല്ല. അപ്പോൾ അത് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റില്ല. അതിനുള്ള മറുപടി ഇതേ ഉള്ളൂ, യെസ് ഐ ആം സംഘപരിവാർ, സോ ബ്ലഡി വാട്ട്. മറ്റത് പലരും ഇപ്പോൾ അതിജീവിതയ്ക്കൊപ്പം എന്ന ഹാഷ്ടാഗുമായി കഴിഞ്ഞ കുറേ ദിവസമായി രംഗത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ അവർക്കും ഇത്തരത്തിൽ നിയമവശം കൃത്യമായി മനസ്സിലാക്കി കോടതിയെ സമീപിക്കുക എന്നുള്ള ഉത്തരം തന്നെയാണ് ഉള്ളതെന്ന് തോന്നുന്നു. എന്താണ് അക്കാര്യത്തിൽ? കാരണം ഇപ്പോഴും തുടർച്ചയായി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ വരുമ്പോൾ നമ്മുടെ ജുഡീഷ്യൽ സംവിധാനം സംശയത്തിൻ്റെ നിഴലിൽ ആകില്ലേ? അത് എത്രത്തോളം ഭൂഷണമാണ്? അതാണ് ഞാൻ ഉദ്ദേശിക്കുന്ന ചോദ്യം. അത് സംവിധാനം സംശയത്തിൻ്റെ നിഴലിലാവാൻ ഒന്നും ആയിട്ടില്ല. പക്ഷെ ആ ട്രെൻഡ് നല്ലതല്ല. ആ ട്രെൻഡ് നല്ലതല്ല. എനിക്കിഷ്ടമില്ലാത്ത ജഡ്ജ്മെൻറ്റ് വരുമ്പോൾ ഞാനതിനോട് യോജിക്കില്ല, അതിനെ വെല്ലുവിളിക്കുക, ആ ജഡ്ജി തല്ലിപ്പൊളിയാണെന്ന് പറയും. അതൊരു ശരിയല്ല. ഞാനിപ്പോഴും കണ്ടിട്ടില്ല ഈ എല്ലാവരും അതിജീവിതയ്ക്കൊപ്പമാണ് ലിയോ. ആരാണ് അതിജീവിതയെ കുറ്റം പറയുന്നവർ? ആരുമില്ല. ദിലീപ് കുറ്റക്കാരനാണോ എന്നുള്ളതിൽ മാത്രമാണ് തർക്കം. അതിജീവിതയുടെ കാര്യത്തിൽ ആർക്കെങ്കിലും തർക്കമുണ്ടോ? ഒരു തർക്കവുമില്ല. ഞാനതുകൊണ്ടാണ് മാർട്ടിൻ്റെ വീഡിയോ തള്ളിക്കളഞ്ഞത്. അത് അതിജീവിതയ്ക്കൊപ്പമുള്ള ഒരു സ്റ്റേറ്റ്മെൻ്റ് അല്ലേ എൻ്റെത്. അതിജീവിതയുടെ നേർക്ക് ഹീനമായ ആക്രമണം നടന്നിട്ടുണ്ട്. ആ ആക്രമണം നടത്തിയ
പ്രതികളെ ശിക്ഷിച്ചിട്ടുമുണ്ട്. ബട്ട് അതിജീവിതയും അവരുടെ കൂട്ടത്തിലുള്ളവരും ആഗ്രഹിക്കുന്ന ഒരാൾ, അയാൾ കൊട്ടേഷൻ കൊടുത്തു എന്നാണ് പറയുന്നത്. ആ കൊട്ടേഷൻ കൊടുത്തതിന് തെളിവില്ല എന്നാണ് കോടതി പറയുന്നത്. അപ്പോൾ അത് അംഗീകരിക്കുന്നതിന് പകരം, ഇനി അഥവാ അംഗീകരിക്കുന്നില്ലെങ്കിൽ അപ്പീൽ പോകുന്നതിന് പകരം മറ്റ് ന്യായങ്ങൾ വെച്ചിട്ട് ദിലീപിനെ വീണ്ടും കുറ്റക്കാരൻ ആക്കാൻ തുടങ്ങുന്നതും ജഡ്ജിയെ കുറ്റക്കാരിയാക്കുന്നതും ഒരു നല്ല കാര്യമല്ല. നമ്മളുടെ ജുഡീഷ്യറിക്ക് അസാമാന്യമായ ആത്മവിശ്വാസമുണ്ട്. അതുകൊണ്ട് പെട്ടെന്നൊന്നും കണ്ടംപ്റ്റ് ഒന്നും എടുക്കില്ല. ഡൽഹി ഹൈക്കോടതിയൊക്കെ അങ്ങനെയല്ല, കുറേ അധികം സെൻസിറ്റീവാണ്. കേരള ഹൈക്കോടതി പൊതുവേ എൻ്റെ നിരീക്ഷണം അത്ര സെൻസിറ്റീവ് അല്ല ഈ കോർട്ടലക്ഷ്യ കേസുകൾ എടുക്കുന്നതിൽ. എന്തെങ്കിലും പറഞ്ഞിട്ട് പോട്ടെ എന്ന് വിചാരിച്ച് വിടുന്നവരാണ് കൂടുതലും. അതുകൊണ്ട് കേരള ഹൈക്കോടതിയിൽ കണ്ടംപ്റ്റ് പെറ്റീഷൻസ് വളരെ കുറവാണ്. ഇപ്പോൾ ഒരു ഊമക്കത്തിറങ്ങിയല്ല, വേറൊരു വിദ്വാൻ, അങ്ങേര് കേരള ഹൈക്കോർട്ട് അഡ്വക്കേറ്റ് അസോസിയേഷൻ്റെ പ്രസിഡൻ്റായിരുന്നു പോലും, അതോ ഇപ്പോഴും ആണെന്ന് തോന്നുന്നു. ഞാനും ആ അസോസിയേഷനിലൊരു മെമ്പറാണ്. ഈ ഇത്തരം പ്രസിഡൻ്റൊക്കെ ഉണ്ടായിപ്പോയി എന്ത് ചെയ്യാൻ പറ്റും? അപ്പോൾ ആ മനുഷ്യൻ ഇതെടുത്തിട്ട് ഫേസ്ബുക്കിലിടുക, അതിനൊരു കവറിങ് ലെറ്റർ വെച്ചിട്ട് ചീഫ് ജസ്റ്റിസിന് കൊടുക്കുക. മാന്യന്മാർ ചെയ്യുന്ന പണിയാണോ അതൊക്കെ? ഒരു ഊമക്കത്ത് നിങ്ങൾക്ക് കിട്ടി, നിങ്ങളത് ഊമക്കത്ത് ഗൗരവത്തിലെടുക്കാൻ പാടില്ല. ഇനി എടുത്തു എന്ന് തന്നെ വെച്ചോ, അത് കോൺഫിഡൻഷ്യലായിട്ട് ചീഫിന് കൊടുക്കുക. സാർ ഇങ്ങനൊരു സാധനം കിട്ടി, സാർ നോക്ക്, അപ്രോപ്രിയേറ്റ് ആക്ഷൻ എടുത്തോ എന്ന് പറയുക. അതല്ലാതെ അതിക്കവിഞ്ഞ് അതെടുത്തിട്ട് ആഘോഷിക്കുന്നതൊക്കെ ജുഡീഷ്യറിയെ നാണം കെടുത്താൻ വേണ്ടിയിട്ടാണ്. അതൊന്നും ചെയ്തുകൂടാ. കാരണം നമ്മുടെ നാട്ടിൽ എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും ഇപ്പോഴും മനുഷ്യർക്ക് ആശ്രയിക്കാവുന്നൊരു സ്ഥാപനമാണ് ജുഡീഷ്യറി. ഇതും കൂടെ ഇല്ലാതായി കഴിഞ്ഞാൽ നാട്ടിൽ അരാജകത്വമായിരിക്കും. കയ്യൂക്കുള്ളവൻ കാര്യക്കാരൻ. അത് ഈ വോക്ക് സ്വഭാവമുള്ളവർക്ക് അത് ഇഷ്ടപ്പെടും. കാരണം അവർക്ക് ഒരു ചട്ടവും നിയമവും ഒന്നുമില്ലാതെ ഇങ്ങനെ അങ്ങനെ കാള കളിച്ച് നടക്കുന്നതാണ് സ്വാതന്ത്ര്യമെന്ന് ചിന്തിക്കുന്നവരാണ്. ബട്ട് സാധാരണ ജനങ്ങൾ അങ്ങനെയല്ലല്ലോ. എവറിതിങ് ഹാസ് ടു ബി ഒരു ലോയും വേണം, ഒരു ഓർഡറും വേണം. ആ ഓർഡർ ഉണ്ടെങ്കിലേ സമൂഹത്തിന് നേരെ ചൊവ്വേ സമാധാനമായിട്ട് ജീവിക്കാൻ പറ്റുള്ളൂ. ഈ ലോയും ഓർഡറും ഒക്കെ ഉണ്ടാകുന്നത് ഈ സിസ്റ്റം ഉള്ളത് കൊണ്ടാണ്. പോലീസിൽ കള്ളന്മാരില്ലേ? ഉണ്ട്. പക്ഷേ പോലീസ് വേണ്ടാന്ന് വയ്ക്കാൻ നമുക്ക് സാധ്യമല്ല. ജഡ്ജിമാരിൽ കള്ളന്മാരില്ലേ, കൈക്കൂലിക്കാരില്ലേ? ഉണ്ട്. പക്ഷേ എന്ന് വെച്ച് കോടതി വേണ്ടാന്ന് വയ്ക്കാൻ നമുക്ക് പറ്റില്ല. അതുകൊണ്ട് കോടതികളെ വിശ്വാസ്യത തകർക്കുന്ന, മൊത്തം ജുഡീഷ്യൽ സിസ്റ്റം കറപ്റ്റാണ് എന്ന് വരുന്ന ടൈപ്പ് ക്യാമ്പയിൻ ഒരിക്കലും ശരിയല്ല. ഇതിപ്പോൾ അവർ പറയുന്നത്, അതായത് ചില പ്രമുഖ സിനിമാ രംഗത്തെ ചില പ്രമുഖർ തന്നെ പറയുന്നത് ഈ വിധിയെ എങ്ങനെയാണ് കാണേണ്ടത്? ഗൂഢാലോചന നടത്തിയവർ പുറത്ത് സ്വതന്ത്രരായി നടക്കുകയാണ്. ഈ ശിക്ഷിക്കപ്പെട്ട 6 പേർക്കും ഈ നടിയുമായി എന്താണ് ബന്ധം? ഇവർക്ക് തമ്മിൽ യാതൊരു ബന്ധവും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇത് ആര് ചെയ്യിച്ചു എന്നുള്ളതല്ലേ പരിശോധിക്കേണ്ടത്? മറ്റൊരു വരി ഞാൻ കണ്ടത്, ഒരാൾ കല്ലെടുത്തെറിയുന്നു, ആ കല്ലിനെ ശിക്ഷിച്ചു, എടുത്തയാളെ ശിക്ഷിച്ചില്ല എന്ന ഒരു 2 വരി കവിത പോലെ ഒരെണ്ണവും കണ്ടു. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അല്ല, ഇത് ഒരാൾ കല്ലെടുത്തെറിഞ്ഞു എന്നിടത്താണ് ആ ട്വിസ്റ്റിൻ്റെ തുടക്കം. ഒരാൾ കല്ലെടുത്തെറിഞ്ഞതല്ല. നമ്മൾ മലമൂട്ടിൽ നിൽക്കുന്നു, മലയിൽ നിന്ന് ഒരു കല്ല് തട്ടിത്തടഞ്ഞു വന്ന് നമ്മുടെ തലയിൽ വീഴുന്നു. അതിൽ വല്ല ഗൂഢാലോചനയുണ്ടോ? ഇല്ല. കല്ല് വീണു നമ്മുടെ തലയിൽ, നമ്മുടെ തല പൊട്ടുകയും ചെയ്തു. ഇങ്ങനെ സങ്കല്പിച്ചാലോ? ഈ എറിഞ്ഞു എന്ന് സങ്കല്പിക്കുമ്പോഴാണല്ലോ എറിഞ്ഞ ആളെ കണ്ടുപിടിക്കാൻ നോക്കുന്നത്. ഭാരതത്തിൽ പൊതുവേ നടക്കുന്ന, അല്ലെങ്കിൽ കേരളത്തിലെ പോട്ടെ, ഭാരതമൊക്കെ വിട്, കേരളത്തിൽ നടന്ന ഒരുപാട് ബലാത്സംഗ കേസുകളിൽ, അടുത്ത് നടന്ന വിവാദമായ കേസുകളിൽ പോലുള്ള ആരോപണമാണ്, എന്നെ ഇന്ന സ്ഥലത്ത് കൊണ്ടുപോയി പീഡിപ്പിച്ചു, എൻ്റെ അശ്ലീല ചിത്രങ്ങൾ എടുത്തു, വീഡിയോ എടുത്തു, ഇല്ലേ? അതാര് പറഞ്ഞെടുപ്പിച്ചതാ? ആരാണ് അതിൻ്റെ പിന്നിൽ? ആ വീഡിയോ എടുക്കാൻ ആര് പറഞ്ഞു? ആരും പറഞ്ഞില്ല. അത് ബ്ലാക്ക് മെയിൽ ചെയ്യാൻ വേണ്ടിയിട്ടോ മറ്റേതോ കാര്യത്തിന് ഈ റേപ്പിസ്റ്റ് തന്നെ എടുക്കുന്ന വീഡിയോ ആണ്. പക്ഷേ ഈ നടിയുടെ കാര്യം വന്നു കഴിയുമ്പോൾ അത് പോരാ. ആ വീഡിയോ എടുത്തതല്ല, എടുപ്പിച്ചതാണ്. കല്ല് വീണതല്ല, എറിഞ്ഞതാണ്. എറിഞ്ഞ ആളെ പിടിച്ചില്ല, കല്ലിനെ പിടിക്കുന്നു. ഈ ന്യായമൊക്കെ വരുന്നു. എന്തുകൊണ്ട് മറ്റേ കേസിൽ ഈ ന്യായം വരുന്നില്ല? എല്ലായിടത്തും വീഡിയോ എടുക്കാറുണ്ട്. ഇപ്പോൾ ഏകദേശം ഇന്ത്യയിൽ നടക്കുന്ന സകല ബലാത്സംഗത്തിൻ്റെയും വീഡിയോ റേപ്പിസ്റ്റിൻ്റെ കയ്യിലുണ്ടാവും.
അത് വെച്ചിട്ടാണ് അയാൾ ബ്ലാക്ക് മെയിൽ ചെയ്ത് ഇടയ്ക്കിടയ്ക്ക് കാശ് മേടിക്കുന്നത്. കാശ് മേടിക്കുകയോ അല്ലെങ്കിൽ വീണ്ടും വീണ്ടും റേപ്പ് ചെയ്യുകയോ ചെയ്യുന്നത് ഈ വീഡിയോ കാണിച്ച് ഭയപ്പെടുത്തിയാണ്, ഇല്ലേ? ഇത്ര എത്രയോ സംഭവങ്ങൾ നമ്മുടെ കൺമുമ്പിൽ റീസെൻ്റായിട്ട്, ഞാൻ ഈ പേരുകളൊന്നും പറയേണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്, ലിയോയ്ക്കും കേൾക്കുന്നവർക്ക് നന്നായിട്ട് മനസ്സിലാവും. അതിലൊക്കെ വീഡിയോ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോ എടുക്കുന്നത്, ഈ കാര്യത്തിൽ മാത്രം വീഡിയോ എടുത്തതിൻ്റെ പുറകിൽ ആരെങ്കിലും വേണം. ഒന്നുകിൽ ദിലീപ് വേണം, അല്ലെങ്കിൽ മാർട്ടിൻ പറഞ്ഞ പോലെ ലാൽ വേണം, അല്ലെങ്കിൽ രമ്യ നമ്പീശൻ വേണം. ആരെങ്കിലും ഇതിൻ്റെ പുറകിലുണ്ടായേ പറ്റുള്ളൂ. ഇതെന്തൊരു വാശി! ശരി, ഉണ്ടെന്ന് പറഞ്ഞിട്ട് നിങ്ങൾ കോടതിയിൽ ഈ ബാലേന്ദ്രകുമാറിനെയൊക്കെ കൊണ്ടുപോയി നിങ്ങൾ നാണം കെട്ടു. ഇനിയെങ്കിലും ആ കലാപരിപാടി അവസാനിപ്പിക്കുമെന്നാണ് ഞാൻ പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത് ഇത്തരത്തിലുള്ള വർത്തമാനങ്ങൾ പറയാതെ നിങ്ങൾക്ക് എന്തെങ്കിലും ആശങ്കയുണ്ടെങ്കിൽ, പരാതിയുണ്ടെങ്കിൽ മേൽക്കോടതിയെ സമീപിക്കുക. അതാണ് ഇതിൽ ചെയ്യേണ്ടതെന്നാണ് വ്യക്തമായി പറയുന്നത്, അല്ലേ? അതാണ് ചെയ്യേണ്ടത്. അത് ഇവരും സമ്മതിക്കുന്നുണ്ട്. ദിലീപിനെ ആക്രമിക്കുന്നവരും സമ്മതിക്കുന്നുണ്ട്. മേൽക്കോടതി പോകുന്നത് മാത്രമാണ് നമുക്കുള്ള പരിഹാരം. പക്ഷേ അവരുടെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഇതിൽ കോടതിയിൽ തെളിവില്ല. അതുകൊണ്ട് ഹൈക്കോടതിയിൽ പോയി കഴിഞ്ഞാലും ഈ 1 മുതൽ 6 വരെയുള്ള പ്രതികൾ ശിക്ഷിക്കപ്പെടും എന്നുള്ളതല്ലാതെ ദിലീപ് ശിക്ഷിക്കപ്പെടുകയില്ല. അതാണ് ഇവരുടെ പ്രയാസം. അപ്പോൾ പിന്നെ ദിലീപിനെ ശിക്ഷിക്കാൻ എന്താ മാർഗം? പൊതുമധ്യത്തിൽ ദിലീപ് കുറ്റം ചെയ്തതായിട്ട് വ്യാപകമായിട്ട് പ്രചരിപ്പിക്കുക. എന്നിട്ട് കോടതിയിൽ എന്താണെന്ന്, കാശൊക്കെ ഉണ്ടെങ്കിൽ വലിയ വക്കീലിനെയൊക്കെ വെച്ചിട്ട് കുറച്ച് കാശ് ജഡ്ജിക്കൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ കോടതി വെറുതെ വിടും. നമുക്കറിഞ്ഞുകൂടെ? ഇങ്ങനെയുള്ള ഡയലോഗ് വെച്ചിട്ട് കോടതിയെ തള്ളിക്കളയുക. പൊതുമധ്യത്തിൽ ഈ മനുഷ്യനെ, ദിലീപിനെ ഒറ്റപ്പെടുത്തുക, അയാളെ കൊച്ചാക്കുക, അയാൾ കുറ്റക്കാരനാണെന്ന് പൊതുജന മധ്യത്തിൽ ഒരു ധാരണയുണ്ടാക്കുക. ഇത് മാത്രമേ അവർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അതാണിപ്പോൾ അവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. സ്വാഭാവികമായിട്ട് ഈ ന്യായഭാഗത്ത് നിൽക്കുന്ന മനുഷ്യർ, ഫോർ എക്സാമ്പിൾ ഞാൻ ഈ പറഞ്ഞത് ദിലീപിനെ കണ്ടിട്ടില്ല കേട്ടോ, ഇന്നുവരെ കണ്ടിട്ടില്ല. ദിലീപിൻ്റെ സിനിമ 1-2 എണ്ണം ഞാൻ കണ്ടിട്ടുണ്ട്. ദിലീപൊക്കെ സിനിമയിൽ അഭിനയിച്ച് തുടങ്ങിയ കാലത്ത് ഞാൻ മറ്റ് ജോലികളും സംഗതികളൊക്കെ സിനിമയിൽ എനിക്ക് താല്പര്യം നഷ്ടപ്പെട്ടു. ഞാൻ കണ്ടിട്ട് പോലുമില്ല. 1-2 എണ്ണം കണ്ടിട്ടുണ്ട്, ഇല്ലെന്നല്ല. അപ്പോൾ ഇങ്ങനെയുള്ള മനുഷ്യരൊക്കെ എന്തുകൊണ്ടാണ് ഇതൊരു വിവാദ വിഷയം വന്നു കഴിഞ്ഞപ്പോൾ കോടതി വിധി വന്നെങ്കിലും ഇത് അടങ്ങും എന്ന് വിചാരിച്ചു? അടങ്ങുന്നില്ല. അതൊരു മര്യാദയല്ലല്ലോ, അത് ശരിയല്ലല്ലോ. അതുകൊണ്ടാണ് ഞാൻ പ്രതികരിക്കുന്നത്. അല്ലാതെ കേസിൽ പ്രതികരിച്ച് അതിലൊരു സുഖമൊന്നും, പ്രത്യേകിച്ച് ഗുണമോ സുഖമോ ഇല്ലാത്ത കാര്യമാണ്. 10,700 പേജുള്ള വിധി വായിക്കാൻ ഇപ്പം വട്ടുണ്ടോ മനുഷ്യർക്ക്? ബട്ട് പ്രകടമായ അന്യായം നടക്കുന്നു. ഒരു മനുഷ്യനെ എല്ലാവരും കൂടെ വളഞ്ഞിട്ട് ആക്രമിക്കുന്നു. നമ്പർ 2 ഞാൻ പറയട്ടെ, ലിയോ, ഇപ്പോൾ ദിലീപിനെ രക്ഷിച്ചെടുക്കുന്നു. ആര്? സോഷ്യൽ മീഡിയയിൽ കുറച്ച് പേര്, എന്നെ പോലെ കുറച്ച് പേര്. വേറെ ആരാരും? മോഹൻലാൽ എന്തെങ്കിലും ദിലീപിനെ രക്ഷിക്കാനായിട്ട് പറഞ്ഞോ? മോഹൻലാൽ, മമ്മൂട്ടി, ജയറാം, സിദ്ദിഖ്, ഇവരൊക്കെ സിനിമാക്കാരാണല്ലോ. ഇവരാരെങ്കിലും ഒരു അക്ഷരം ദിലീപിന് അനുകൂലമായിട്ട് പറഞ്ഞോ? ദിലീപിനെ രക്ഷിച്ചെടുക്കാൻ നോക്കി എന്ന് പറഞ്ഞ് അമ്മയിൽ അമ്മ പ്രസിഡൻ്റല്ലേ ഇവർ, ശ്വേതാ മേനോൻ, അവർ ദിലീപിന് അനുകൂലമായിട്ട് പറഞ്ഞോ? അതോ അതിജീവിതയ്ക്കെതിരായിട്ട് പറഞ്ഞോ? എന്ത് സംഭവിച്ചു എന്നാണ് പറയുന്നത്? അപ്പോൾ ദിലീപിനെ രക്ഷിച്ചെടുക്കാൻ, വെള്ളപൂശാൻ ശ്രമം എന്നൊക്കെ പറയുന്നത് എന്നെപ്പോലെയുള്ള നോൺ എൻറ്റിറ്റീസ് ചെയ്യുന്ന പ്രവൃത്തിയാണ്. അല്ലാതെ ഇതിനകത്ത് പ്രധാനപ്പെട്ട അവരുടെ ഫിലിം ഇൻഡസ്ട്രിയിലെ ആരും തന്നെ ഒരു അക്ഷരം മിണ്ടിയിട്ടില്ല. ബട്ട് സ്റ്റിൽ യു ഹാവ് ഗ്രീവൻസ്. കട്ടിട്ടും കള്ളം മുമ്പോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത്? കട്ടിട്ടും കള്ളം മുമ്പോട്ടല്ല, അരിയും തിന്ന് ആശാരിച്ചയും കടിച്ച് പിന്നെയും പട്ടിക്ക് മുറുമുറുപ്പ് എന്ന് പറയുന്ന പരിപാടിയാണ് നടക്കുന്നത്. അത് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റില്ല. അല്ലയോ? മുഖ്യമന്ത്രിയൊക്കെ ഒരു ക്രിമിനൽ കേസിൽ കയറി പക്ഷം പിടിക്കുക എന്ന് പറയുന്നത് ഇറ്റ്സ് നോട്ട് ഗുഡ്. അത് ഇത്ര ബ്ലേറ്റൻ്റായിട്ട് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കാര്യത്തിലും അത് ചെയ്തു, ഇപ്പോൾ ദിലീപിൻ്റെ കാര്യത്തിലും അത് ചെയ്യുന്നു. മുഖ്യമന്ത്രി അത് ചെയ്തുകൂടാത്തതാണ്. മുഖ്യമന്ത്രി ആഭ്യന്തരമന്ത്രിയും കൂടെയാണല്ലോ, പോലീസ് സ്റ്റേഷൻ അല്ലല്ലോ. ആ പരാതി പോലീസിൽ പറയുക, പരാതി എനിക്ക് കാണണ്ട, നിങ്ങൾ നേരെ കൊണ്ടുപോയി പോലീസ് സ്റ്റേഷനിൽ കൊടുക്ക്. എന്നിട്ട് പോലീസ് ആക്ട് ചെയ്തില്ലെങ്കിൽ നിങ്ങൾ ജില്ലാ സൂപ്പറിനോട് പറ, അദ്ദേഹം അങ്ങേരും ചെയ്തില്ലെങ്കിൽ എനിക്ക് പരാതി അയക്കുക, അപ്പോൾ ഞാൻ നോക്കാമെന്ന് പറയാം. അത് കവിഞ്ഞ് മുഖ്യമന്ത്രി ക്രിമിനൽ കേസിലെ പരാതിക്കാരികളെ പ്രോത്സാഹിപ്പിക്കുന്നത് ഒരു നല്ല നടപടിയല്ല. ഓക്കെ സാർ, എന്തായാലും ഈ ഒരു വിഷയത്തിൽ പരസ്യ പ്രസ്താവനകൾ നടത്തുന്നവർ, കോടതിയെ വിമർശിക്കുന്നവരൊക്കെ തന്നെ ആശങ്കയുണ്ടെങ്കിൽ, പരാതിയുണ്ടെങ്കിൽ മേൽക്കോടതിയെ സമീപിക്കുകയാണ് വേണ്ടത്. അവിടെ വാദങ്ങൾ തുടരാമല്ലോ എന്നുള്ളൊരു അഭിപ്രായമാണ് ഈ അഭിമുഖം മുന്നോട്ട് വയ്ക്കുന്നത്. വളരെയധികം നന്ദി സാർ, ഇത്രയും സമയം ടോക്കിംഗ് പോയിന്റുമായി സംസാരിച്ചത്. താങ്ക് യു.
ടോക്കിംഗ് പോയിന്റിൻ്റെ ഈ അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു. ഇനി അടുത്ത എപ്പിസോഡിൽ കാണാം നമുക്ക്. നമസ്കാരം.